നോമ്പ് തുറയ്ക്ക് പറ്റിയ ഏറ്റവും ലളിതവും രുചികരവുമായിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള 2 സ്നാക്സ് റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പികളാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. അപ്പം നമുക്ക് ഈ റെസിപ്പികൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഒറിഗാനോ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സുർക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിക്കുക. മസാല നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാപ്സിക്കവും ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ഒറിഗാനോ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് ചീസ് കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചീസ് മെൽറ്റായി വരുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അവിടെ നമുക്ക് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കൈവശം മയോണൈസ് ഉണ്ടെങ്കിൽ മയോണൈസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബ്രെഡുകളിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് കൂടി ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് മുഴുവനായിട്ടും ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തൊരു ബ്രെഡ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ബ്രെഡിൽ ഫില്ലിങ്ങൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ഒരു പാനിലോ വെച്ചിട്ട് ഇതിലെ ചീസ് ഒന്ന് മെൽറ്റായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചുരുങ്ങിയ ടൈം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് ഒരു കഷ്ണം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ വേണം ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ സ്നാക്സ് തയ്യാറാക്കിയവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാനായിട്ട് മറക്കല്ലേ. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുതേ. നോമ്പ് തുറ സമയത്ത് നിങ്ങളൊക്കെ വീടുകളിൽ എന്തൊക്കെ തരം സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ചിക്കൻ ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴന്നു വരുന്ന ടൈമിൽ ഇതിലേക്ക് ബ്രെഡ് കഷ്ണങ്ങളാക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ബ്രെഡിൽ നന്നായിട്ട് ഈ മസാലകളൊക്കെ പിടിച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഇതുപോലെ കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം ചീസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടി മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുതേ.
ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.